ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മുടെ പാപപരിഹാരത്തിന് യാഗമായി തീർന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ക്രിസ്തുയേശുവിൻ്റെ സന്തോഷവും സമാധാനവും സൗഖ്യവും എല്ലാം നമ്മൾ എല്ലാവരും വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഞായറാഴ്ച ഇവിടെ അർദ്ധരാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വെളുപ്പിനെ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വചനം ലഭിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഐശയ്യാ 44:22 അത് ഇപ്രകാരമാണ്: ഞാൻ നിന്റെ ലംഘനങ്ങളെ കാർമുകിലിനെ പോലെയും നിന്റെ പാപങ്ങളെ മേഘങ്ങളെ പോലെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം അതിരാവിലെ എനിക്ക് തരികയാണ്. അത് അന്നേരം തന്നെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ചർച്ചിലൊക്കെ പോയി വർഷിപ്പൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അതിനുള്ള സമയം ഇപ്പോഴാണ് ലഭിച്ചത്. എന്നാൽ ഈ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ആ പ്രേരണയായിട്ട് എനിക്ക് തന്ന ഹല്ലേലൂയ, സ്തോത്രം, വളരെ ക്ലിയറായിട്ട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്: കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘങ്ങളെപ്പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് എത്രയും പെട്ടെന്ന് എൻ്റെ സ്നേഹിതരോട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കിട്ടിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഐ ഹാവ് ബ്ലോട്ടഡ് ഔട്ട് യുവർ ട്രാൻസ്ഗ്രഷൻസ് ലൈക്ക് എ ക്ലൗഡ്. ഐ ഹാവ് സ്കാറ്റേഡ് യുവർ ഒഫൻസസ് ലൈക്ക് ദ മോർണിംഗ് മിസ്റ്റ്. ഹല്ലേലൂയ. മിസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും അതിനെ ഒന്ന് കൈകൊണ്ട് പിടിച്ചിരുന്നെങ്കിൽ എന്ന്. എന്നാൽ അതിങ്ങനെ പറന്നുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കും. അതിന് ഒരു എവിഡൻസും ഇല്ലാതെ നിനക്ക് കൈകൊണ്ട് തൊടുവാനോ കാണുവാനോ പറ്റാത്ത വിധം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അത്രമാത്രം ഒരു എവിഡൻസ് ഇല്ലാതെ നമ്മുടെ പാവങ്ങളെ മായ്ച്ചു കളഞ്ഞിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ഞാൻ പാപിയാണ്, കർത്താവിൻ്റെ മുമ്പിൽ വരുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വരുന്നവരെല്ലാം പെർഫെക്റ്റ് ആണെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ദൈവ പൈതലെ, നിങ്ങളോടാണ് ഈ വചനം സംസാരിക്കുന്നത്. കാർമുകിലിനെ പോലെ നമ്മളുടെ പാപങ്ങൾ, നമ്മുടെ ലംഘനങ്ങൾ ഒക്കെ മായ്ച്ചു കളയുന്ന ഒരു നല്ലവനായ ഒരു ദൈവത്തെ പറ്റിയാണ് എനിക്ക് പറയുവാനുള്ളത്. ഹല്ലേലൂയ. അവൻ കരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കൃപയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യർ ചിന്തിക്കുന്നത് പോലെ ദൈവം ശിക്ഷിക്കുന്നില്ല നമ്മെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അടുത്തൊരു വാചകം കൂടി ഉണ്ടല്ലോ: റിട്ടേൺ ടു മീ, ഐ ഹാവ് റിഡീംഡ് യു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു ദൈവം. നാം പഴയ നിയമത്തിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ദൈവം മനുഷ്യരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന, രണ്ട് കൈയും നീട്ടിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. റിട്ടേൺ ടു മീ, റിട്ടേൺ ടു മീ, ഐ ഹാവ് റിഡീംഡ് യു. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ പൈതലേ, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്ക് അതുകൊണ്ടാണ് പ്രിയ പുത്രനെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ തല്ലി തകർക്കുവാൻ പിതാവായ ദൈവത്തിന് മനസ്സായി. ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെയും പാപത്തിന് ശിക്ഷയായിട്ട്, ആ പാപത്തിന് എപ്പോഴും ഒരു ശിക്ഷ, ഒരു പരിഹാരം കൊടുക്കേണ്ടതായിട്ടുണ്ട്, പണിഷ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ പണിഷ്മെൻറ്റ് ക്രിസ്തുയേശു കാൽവറിയിൽ എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര വലുതാണല്ലേ. ഹല്ലേലൂയ. കൊലേഷ്യൻസ് 2:14 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഹി ടുക്ക് ഇറ്റ് അവേ എവറിഥിങ്, ഹി ടുക്ക് ഇറ്റ് അവേ ആൻഡ് നെയിൽഡ് ഇറ്റ് ടു ദ ക്രോസ്. ഹല്ലേലൂയ. blotting out the handwriting of all audience which was against us, which was contrary to us. Hallelujah. He took it away and nailed it to the cross. Hallelujah. നീ വിശ്വസിക്കുക പ്രിയ പൈതലെ, പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ വിശ്വസിക്കുക. He took it away all the transgressions. He took it away your sins and it is on the cross now. Hallelujah. He nailed it to the cross. Hallelujah. It is no more there. Hallelujah. It is removed. He has blotted out. He has wiped away all our transgressions on the cross. അവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തത്തിലോട്ട് അവിടെയാണ് നമ്മുടെ പാവങ്ങൾ അവിടെ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹാരമാണ്. ഹല്ലേലൂയ. പുത്രനിലോട്ട് നോക്കുന്നവർക്ക് രക്ഷയാണ്. അതിനു വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ അയച്ചത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ആ പുത്രനെ യാഗമായി തീർക്കുവാൻ മനസ്സായ കർത്താവിന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ തീർച്ചയായിട്ടും മനസ്സാണ്.
അതിനാൽ എനിക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത്, ദൈവത്തിൻ്റെ ആത്മാവിനെ സംസാരിക്കുവാനുള്ളത്, കാർമുകിലിനെ പോലെ നിൻ്റെ പാവങ്ങളെ, നിൻ്റെ ലംഘനങ്ങളെ നീക്കിക്കളയുന്നതായ, മേഘങ്ങളെ പോലെ നിൻ്റെ പാവങ്ങളെ മായ്ച്ചു കളയുന്നതായ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയിട്ടാണ് നാം അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 43-ാം അധ്യായത്തിൽ, ഐസയ്യാം 43-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരോട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും ഒന്ന് അറിയാതെ പറഞ്ഞാൽ പോലും അതിനകത്ത് എത്രയെത്ര മുനകൾ എന്ന് പറയാം, എത്രയെത്ര മീനിങ്സുകൾ, നാം ചിന്തിക്കുപോലും ചെയ്യാത്ത മീനിങ്സുകൾ മനുഷ്യരെടുത്തുന്നിരിക്കുക അല്ലേ. എന്നാൽ നമ്മുടെ ദൈവമോ നാം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമുണ്ട്. അവൻ ഓർക്കുകയില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഓർത്തെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. പ്രിയ പൈതലേ, നമ്മുടെ പാപങ്ങൾ ഓർത്താൽ, പാപങ്ങൾ കണക്കിട്ടാൽ ആര് ദൈവസന്നിധിയിൽ നിൽക്കും? ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കെപ്പോഴും പറയാനുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എൻ്റെ പാപത്തെ, എൻ്റെ അനേകം പാപങ്ങളെ കാൽവറിയിൽ തീർത്തു തന്നതായ യേശു കർത്താവ്, അതിനുവേണ്ടി സ്വന്തം പുത്രനെ തന്നവനായ യഹോവയായ ദൈവത്തെ ഞാൻ മാനിക്കുന്നു, ആദരിക്കുന്നു. ഐ വർഷിപ്പ് ഹിം. ഹല്ലേലൂയ, സ്തോത്രം. ഹീബ്രൂസ് 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, യേശു നമ്മുടെ പാപങ്ങൾക്ക് ഏകയാഗമായി. ഹല്ലേലൂയ, ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. ഹല്ലേലൂയ, ഏകയാഗം, ഒരേ ഒരു യാഗം, അത് യേശു കർത്താവിൻ്റെ യാഗം. ആ യാഗത്തിൽ വിശ്വസിച്ചാൽ, ആ യാഗത്തിലേക്ക് എന്നെ സമർപ്പിച്ചാൽ, നിങ്ങളെ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും രക്ഷ ഏറ്റെടുക്കുകയാണ്. കാർമുകിലിനെ പോലെ എൻ്റെ പാവങ്ങളെ, ഹല്ലേലൂയ, മേഘങ്ങളെ പോലെ നിങ്ങളുടെയും പാവങ്ങളെ മായ്ച്ചു കളയുവാൻ യഹോവയായ ദൈവത്തിന് സ്നേഹം, യഹോവയായ ദൈവത്തിന് ഇഷ്ടം. നാം പാപിയെന്ന് വിളിക്കപ്പെടുവാൻ കർത്താവിന് ഇഷ്ടമല്ല. കർത്താവേ, ഞാൻ പാപിയാണെന്നുള്ള മുദ്രയിട്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുവാൻ എനിക്ക് തോന്നുന്നില്ല കർത്താവ് ഇഷ്ടപ്പെടുമെന്ന്. ഹല്ലേലൂയ, പാപി എന്നല്ല, സ്വന്തം മകളായിട്ട്, സ്വന്തം മകനായിട്ടാണ് കർത്താവ് നമ്മെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, ഒരു സെർവൻ്റ് ആയിട്ടല്ല, ഒരു അടിമയായിട്ടല്ല. ഹല്ലേലൂയ, കർത്താവ് നമ്മെ സ്വീകരിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു മകനായിട്ടും ഒരു മകളായിട്ടുമാണ്. ഹല്ലേലൂയ, അത് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും രക്ഷയാണ്. ഹല്ലേലൂയ, നമുക്ക് യേശു കർത്താവ് ഒരു പിതാവിനെ പറ്റിയിട്ട് ഒന്ന് നമുക്ക് ഈ ലോകത്തിൽ വന്നപ്പോൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അതെന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ധൂർത്തപുത്രൻ്റെ കഥ ഒരു ഉപമ പറഞ്ഞ്, പാരബിൾസ് കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു പിതാവിൻ്റെ സ്നേഹത്തെ, സ്വർഗത്തിലെ പിതാവിൻ്റെ സ്നേഹത്തെ അവിടെ വരച്ച് കാണിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ടു പോയനായ ഒരു മകൻ എല്ലാം നശിപ്പിച്ച്, നമുക്ക് നശിപ്പിച്ച് നാറാണക്കല്ലുകളാക്കി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എല്ലാം നശിപ്പിച്ചിട്ട്, എല്ലാം ധൂർത്തടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ തിരിച്ചു വരുമ്പോൾ ആ പിതാവ്, ഒരു യഥാർത്ഥ പിതാവ് ഇവിടെ എന്താണ് ചെയ്തത്? ഇന്ന് ലോകത്തിലെ പിതാവൊക്കെ പറയും, എനിക്ക് ഇനി മകനില്ല, അങ്ങനെ ഒരു മകനില്ലായിരുന്നു, ഞാനത് എന്നേ എഴുതി തള്ളി, അങ്ങനെ ഒരു മകനെപ്പറ്റി അവൻ എൻ്റെ മകനല്ല എന്നൊക്കെ ലോകത്തിലെ പിതാക്കന്മാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ സ്വർഗത്തിലെ പിതാവ് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. തിരിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, നീ ഏതാ, നീ ആരാ, നീ എന്തിനു വന്നു, നീ ഓർക്കുന്നുണ്ടോ, നീ ഇങ്ങനെ പോയതല്ലേ, നീ അങ്ങനെ പോയതല്ലേ എന്നൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ, പിതാവ് ചെയ്തത് അവന് വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. റിട്ടേൺ ടു മീ. ഹല്ലേലൂയ, ഐ ഹാവ് റിഡീംഡ് യു. ഹല്ലേലൂയ, അവന് പുതിയ വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ, അത് ആരുടെ വസ്ത്രമായിരുന്നു? ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷേ അപ്പൻ്റെ വസ്ത്രമായിരുന്നോ? ഒരുപക്ഷേ ആ സഹോദരൻ്റെ, അവിടെ ഉണ്ടായിരുന്ന വേറെ സഹോദരൻ്റെ വസ്ത്രമായിരുന്നോ? അല്ല, അവന് കൊടുത്തിരുന്നത്, ഹല്ലേലൂയ, വെള്ള വസ്ത്രം, അവർ ഒരുക്കിയിരുന്ന ഒരു വസ്ത്രം. അവൻ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ആ പിതാവ് എന്നും വാഞ്ചയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു പിതാവ്. അതുപോലെ തന്നെ നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ വസ്ത്രവുമായിട്ട്, നീതിയുടെ വസ്ത്രവുമായിട്ട്, ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ കറ പുരണ്ട വസ്ത്രവുമായിട്ട്, ഹല്ലേലൂയ, രക്തം പുരണ്ട വസ്ത്രവുമായിട്ട് എന്നെയും നിങ്ങളെയും ഓരോ ദിവസവും നോക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഇനി ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് നോക്കിയിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പിതാവായ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ആ വലിയ രക്ഷ ഏറ്റെടുക്കുവാൻ, ആ നീതിയുടെ വസ്ത്രം ഇടുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ വസ്ത്രം ഇടുവാൻ കൃപ ലഭിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ആ വസ്ത്രം ഇടുവാൻ തക്കവണ്ണം നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ യേശു കർത്താവിൻ്റെ സ്നേഹത്തിലോട്ട് ഞാൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആ വസ്ത്രം കൊടുത്തിട്ട് ആ മകൻ എന്താണ് കൊടുത്തത്? ഒരു മോതിരമാണ് കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. മോതിരം നമുക്കെല്ലാം
എല്ലാവർക്കും അറിയാം, അവകാശത്തിൻ്റെ അധികാരത്തിനെ സൂചിപ്പിക്കുകയാണ് ആ മോതിരം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മോതിരമാണ് അവിടെ? ഏത് അവകാശമാണ് അവനവിടെ? ഏത് അധികാരമാണ് അവനവിടെ? അവൻ്റെ എല്ലാ അവകാശവും വാങ്ങിച്ചു കൊണ്ടുപോയെന്നല്ലേ പറയുന്നത്? എന്നാൽ അവനോട് അവകാശമുണ്ടായിരുന്നു അവിടെ. പ്രിയ ദൈവ പൈതലേ, അത് ദൈവത്തിൻ്റെ സ്നേഹമെന്നുള്ള അവകാശം, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്നേഹമെന്നുള്ള, അപ്പൻ്റെ ഹൃദയത്തിലെ മകൻ്റെ സ്നോടുള്ള സ്നേഹത്തിൻ്റെ അവകാശമായ മോതിരം. ഹല്ലേലൂയ! ആ സ്നേഹം ഇന്ന് നിങ്ങളെ വിളിക്കുകയാണ്. ആ സ്നേഹം ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ആ മോതിരം ഇടുവാൻ വേണ്ടിയിട്ട് നാം യോഗ്യരല്ല, എന്നാൽ അപ്പൻ്റെ സ്നേഹമാണ്, ആ അവകാശമാണ്. അവൻ ലോകപ്രകാരം ആ ലോകത്തിലുള്ള അവകാശങ്ങളെല്ലാം അവൻ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയവനാണ്. പിന്നെ അവന് യഥാർത്ഥത്തിൽ അവകാശമില്ല, എന്നാൽ അവൻ അവിടെ ഒരു അവകാശമുണ്ട്, അവൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലുള്ള അവകാശം. ഹല്ലേലൂയ! അതാണ് അപ്പൻ്റെ ഒരു സ്നേഹം. ഹല്ലേലൂയ! അപ്പന്മാരായ എല്ലാവർക്കും അറിയാമല്ലോ, എന്നെ കേൾക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫാദേഴ്സ് ഡേയൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ എൻ്റെ വീട്ടിലൊരു അപ്പനിരുന്ന് സങ്കടപ്പെട്ട് കണ്ണുനീരുകൾ ധാരധാരയായിട്ട് ഒഴുകിയത് ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ! എൻ്റെ മകൻ്റെ ജോഷുമോനെ ഓർത്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കരയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ! സ്തോത്രം. അങ്ങനെ അപ്പൻ്റെ ഒരു ഹൃദയം യേശു കർത്താവ് അവിടെ വരച്ച് കാണിക്കുകയാണ്. ഹല്ലേലൂയ! നമ്മൾ ഓരോരുത്തരും യേശു കർത്താവിൻ്റെ രക്തത്തിൽ, വീണ്ടെടുക്കപ്പെട്ട ആ രക്തത്തിൽ ആ നീതിയുടെ വസ്ത്രം അണിഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, നാം പാപികളല്ലാതായി തീരുകയാണ്. കാരണം നമ്മെ പിന്നീട് കർത്താവ് കാണുന്നത് നമ്മുടെ പാപങ്ങളോട് കൂടിയല്ല. He has paid the price and set us free. Hallelujah. When we stand before our holy God, the price is already paid. Hallelujah. ആ പ്രൈസ് അവിടെ പേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. Our sins are gone like mist. കാർമുകിലിനെ പോലെ, മേഘങ്ങളെ പോലെ നമ്മുടെ പാപങ്ങൾ ഒഴുകി മാഞ്ഞു പോയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ, ക്രിസ്തുവിലാണ് നമ്മെ പിന്നെ കാണുന്നത്. അതിനാൽ പ്രിയ ദൈവ പൈതലേ, നീ ഇനി പാപിയല്ല, പാപിയല്ല, പാപിയല്ല. ഹല്ലേലൂയ! ആ വലിയ സ്നേഹത്തിലേക്ക്, ആ പിതാവിൻ്റെ ഹൃദയത്തിലുള്ള ആ സ്നേഹത്തിൻ്റെ അവകാശത്തിലേക്ക് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ! പാപി എന്ന് പറയുന്നത് കർത്താവിനൊരു ഇൻസൾട്ടാണ്. കാരണം യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നത് നമ്മെ പാപിയാന്ന് പറയുവാൻ വേണ്ടിയല്ല, നമ്മെ മക്കളെന്നുള്ള അവകാശത്തിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലോട്ടുള്ള, ദൈവപിതാവിൻ്റെ സ്നേഹത്തിലോട്ടുള്ള അവകാശത്തിലോട്ട് നമ്മെ ഓരോരുത്തരെയും യേശു കർത്താവ് വിളിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഓരോരുത്തരെയും പരിവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.